മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി വന്നതിൻ്റെ ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ രാവിലെ 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ്. രാവിലെ ആമി മിക്കും കൂടിയുള്ള കടിയാണത്. ആമി മിക്കുവിന് ഒരു സ്വൈരവും കൊടുക്കില്ല. അവൾ വല്ല കരാട്ടക്കാരത്തിയുടെ പോലെയാണ് മിക്കുവിനെ കാട്ടുക. നല്ല അടിയാണ്. അവൻ്റെ കഴുത്തിലാണ് കയറിക്കുന്നത്. ഭയങ്കരമായിട്ടാണ് കടിക്കുന്നത്. എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുകയോ എന്നാലും പിന്നെ ചിലപ്പോൾ വെറുതെ വിടൊന്നുമില്ല. ദേഷ്യം വന്നാൽ അവൻ്റെ അടുത്ത് നല്ലത് കടിക്കല്ല, അവർ കളിക്കുകയാണ്. പക്ഷേ എന്നാലും ഏത് സമയവും തന്നെയാണ് പണി. ആമിക്ക് തന്നെ പണിയുള്ളൂ. ഞാൻ കുറേ തടയാനൊക്കെ നോക്കും, പിന്നെ അവളെ തടഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞേക്ക് ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ ഇവരിപ്പോൾ ചേച്ചിയും കുട്ടിയൊക്കെ പോയിരുന്നു, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അതാണിപ്പോൾ കുട്ടീനൊന്നും കാണാത്തത്. മറ്റേ കുട്ടി ഇവരുടെ പിന്നാലെ നടക്കും. ഇപ്പോൾ കുട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ ഇവർക്ക് കളിക്കാൻ തോന്നില്ല. മറ്റേത് മിക്കും ആമിയൊക്കെ അവളുടെ കൂടെയാണ് എപ്പോഴും. ക്ഷീണിച്ച് കിടക്കുകയാണേ ആമിയെ. മിക്കും അവിടെ കിടക്കുന്നുണ്ട്. ഞാനത് പുറപ്പെടട്ടെ. അപ്പോൾ വേഗം പോയിട്ട് വരും കേട്ടോ. നിൻ്റെ പിന്നാലെ കൂടാനൊന്നും നിൽക്കരുത്. ടോണി, മിക്കുവിനോടാ ഞാൻ പറയണത്. ഞാൻ മുടി കെട്ടിയിട്ട് വേഗം പോയിട്ട് വേഗം വരും കേട്ടോ. അപ്പോഴേക്കും സങ്കടമായി. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ. ഞാൻ പോവല്ലേ, അപ്പോൾ അവർക്ക് ടെൻഷനായിരുന്നു. അത് കാരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ഇതിരിക്കരുത് കേട്ടോ. അപ്പോൾ അതാ പോയി തിരിച്ച് വന്നിട്ടുണ്ട്. ഞാൻ വരുന്ന വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് അവർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഒന്ന് ആശ്വസിപ്പിച്ച് ഇരിക്കുകയാണ്. രണ്ടാളെയും സമാധാനിപ്പിച്ച് കുറച്ച് ബിസ്ക്കറ്റും ഒരു ആപ്പിളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ അവർക്ക് ചെത്തി കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴും മിക്കു ആമിനെ നക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവന് പിന്നെ അതന്നെ പണിയുള്ളൂ. വെറുതെ ഇരിക്കുമ്പോൾ അതിനെങ്ങനെ നക്കി ഇരിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഇതിനെ വെയിൽ കഴുകലാണ് പണി. അല്ലെങ്കിൽ ഒന്ന് കുളിപ്പിക്കും. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് വെയിൽ കൂടെ വെള്ളമൊഴിച്ച് കളയും, ഞാൻ തുടയ്ക്കും. കണ്ടോ, അവന് തന്നെ പണിയുള്ളൂ. അതിൻ്റെ തലയും മുഖമൊക്കെ അവളാണെങ്കിൽ ഇരുന്ന് കൊടുക്കുകയും ചെയ്യും. അല്ലാണ്ട് അവൾക്ക് നിവൃത്തിയില്ലേ. ഓടി കളിക്കാനോ അല്ലെങ്കിൽ ഓടാനോ വേണ്ടാന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. സമ്മതിക്കില്ല. ഇനി അവളുടെ തിരിച്ചൊരു കടിയുണ്ട് വരാൻ. അത് വരുമ്പോഴാണ് മിക്കൂര് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. അവളിട്ടങ്ങോട്ട് ഓടിക്കൽ തുടങ്ങും. പിന്നെ വീടിൻ്റെ 4 പുറം ഓടും രണ്ടാളും. എന്തൊരു സ്പീഡിലാണ് ഓടുക എന്ന് പറയാം. ആമിയൊക്കെ അങ്ങോട്ട് കതച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് ഓടും അവർ. ഇപ്പോൾ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടേ കുട്ടികൾക്ക് ഇപ്പോൾ കളിക്കാനും സമയമില്ല. മിക്കൊക്കെ ഏത് സമയവും കടന്നുകൊണ്ടാണ്. ഇതാണ്ടോ, ഇതന്നെ അവൻ്റെ പണി. കുട്ടി ഉണ്ടെങ്കിൽ അവളെ കൂടെ ഇങ്ങനെ അവളെപ്പോഴും ഓരോന്നും എടുത്തിട്ട് കളിച്ചിട്ടും അത് ഇവർ കുറേ വാങ്ങും. അങ്ങനെയായിട്ട് നടക്കുകയും. പിന്നെ ഞാൻ വന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ അവർ രണ്ടാളും ഇരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പോയി വന്നല്ലോ. അത് കാരണം ഞാൻ 1/2 മണിക്കൂറിൻ്റെ പോക്കേ ഉണ്ടായിട്ടുള്ളൂ. അത് കാരണം അവർക്ക് സന്തോഷമായിരുന്നു. ഞാൻ തിരിച്ച് വന്ന് നോക്കുമ്പോൾ ആ സന്തോഷത്തിലവൻ നക്കി തരികയാണ്. ഇനി കൈയും കാലൊക്കെ കഴുകിയിട്ട് വേണം. അവൻ നക്കിയുമ്പോൾ കൈ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചു കൊടുത്തതാണ്. അവൻ്റെ സന്തോഷമല്ലേ അത്. വന്ന സന്തോഷം കാണിക്കുകയാണേ. ഞാൻ അവർക്ക് ബിസ്ക്കറ്റും പിന്നെ അവരുടെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മധുരം ഇല്ലാത്തത്. മധുരം ഉണ്ടാവില്ല അവരുടെ ബിസ്ക്കറ്റിന്. അത് വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കുകയാണ്. അപ്പോൾ ചേച്ചിയില്ല, ഏട്ടനും ഇല്ല, ആരും ഇല്ല. 2 ചേച്ചിമാരും ഇല്ല, കുട്ടിയില്ല, ഏട്ടനില്ല, ആരും ഇവിടെ ഇല്ല. അവർ ഒറ്റപ്പെട്ടു. അവർക്കിപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ വരുമ്പോഴേ റോട്ടിക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക അവർ. ആരാ വരുന്നതെന്ന് വിചാരിച്ചിട്ട്. ആരെങ്കിലും വരുന്നുണ്ടാവും അവരുടെ അടുത്തേക്ക് എന്നുള്ള ഇതിലാണ്. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ അവർ വരുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അവരുടെ സന്തോഷത്തിന് ഞാൻ അവരുടെ കൂടെ കളിക്കാൻ നിൽക്കുകയാണ്. കാണുമ്പോൾ വിചാരിക്കും എനിക്കെന്ത് പറ്റിയെന്ന്. പക്ഷേ അവരുടെ സന്തോഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ.